ഷുഹൈബ് വധക്കേസിൽ ആകാശ് തിലങ്കേരിയുടെ വെളിപ്പെടുത്തലിൽ തുടരന്വേഷണം നടത്താൻ സർക്കാർ ഭയപ്പെടുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. കൊല്ലിച്ചവർ ഇപ്പോഴും പുറത്താണെന്നും ആരോപണം. തുടരന്വേഷണത്തിന് പരാതിയോ തെളിവോ ലഭിച്ചിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ആകാശിന്റെ വെളിപ്പെടുത്തൽ അറിയാതിരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ണും ചെവിയും മൂടി നടക്കുകയാണോ എന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു. ഷുഹൈബ് കേസിൽ CPMന്റെ പങ്ക് സൂചിപ്പിക്കുന്ന പ്രതി ആകാശ് തില്ലങ്കേരിയുടെ വെളിപ്പെടുത്തൽ ആയുധമാക്കി കൊല്ലിച്ചവരെ കണ്ടെത്താൻ തുടരന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. CBI അന്വേഷണത്തെ ലക്ഷങ്ങൾ ചെലവാക്കി എതിർത്തതും കൊലയാളികൾക്ക് വേണ്ടി കുറി നടത്തിയതും പാർട്ടിയുടെ പങ്കിന് തെളിവായി പ്രതിപക്ഷം സഭയിൽ ഉയർത്തി. ആ മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ സങ്കടം തീരുമോ ഈ കൊല്ലിച്ചവരെ കൂടി മുൻപിൽ കൊണ്ടുവരാതെ? അവരെല്ലാം തീർത്തു. നിങ്ങളെല്ലാം പാർട്ടി പോലീസ് സ്റ്റേഷനും പാർട്ടി കോടതിയും പാർട്ടി സംവിധാനത്തിൽ തീർന്ന സെറ്റിൽമെന്റായി കോംപ്രമൈസായി എല്ലാം തീർന്നു. അങ്ങനെയൊന്നും തീർക്കാൻ പറ്റില്ല. പോലീസ് അന്വേഷണം നിഷ്പക്ഷവും നീതിയുക്തവും എന്ന് വിശദീകരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. പോലീസിനെതിരായ വിധിയായതിനാലാണ് CBI അന്വേഷണത്തിനെതിരെ അപ്പീൽ നൽകിയതെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി. ആകാശിനെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി തുടരന്വേഷണം വേണ്ടെന്നും നിലപാടെടുത്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ പരാതികളോ തെളിവുകളോ അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിച്ചതായി യാതൊരു റിപ്പോർട്ടും ലഭിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഗൂഢാതലവന്മാരെ സംരക്ഷിക്കേണ്ട ആവശ്യകതയില്ല. ഒരു ഘട്ടത്തിലും അത്തരത്തിൽ ഒരു നടപടി LDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. തുടരന്വേഷണ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ യുക്തിക്ക് പ്രതിപക്ഷത്തിന്റെ മറുപടി ഇങ്ങനെ: ഈ ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന ഈ കേസിലെ 1-ാം പ്രതിയുടെ വെളിപ്പെടുത്തൽ അറിയാതെ കണ്ണും ചെവിയും ഒക്കെ മൂടിക്കൊണ്ട് നടക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ? അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. അതേസമയം ഷുഹൈബ് വിഷയം ലിസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും ചോദ്യോത്തരവേളയിൽ ഉന്നയിക്കാതെ പ്രതിപക്ഷം തന്ത്രപരമായി നീങ്ങി. ചോദ്യോത്തരവേളയിൽ ചർച്ച ചെയ്ത വിഷയമെന്ന് കാണിച്ച് അടിയന്തര പ്രമേയ നോട്ടീസിന് കഴിഞ്ഞ ദിവസം അനുമതി നിഷേധിച്ചിരുന്നു. ഇത് മുന്നിൽ കണ്ടായിരുന്നു പ്രതിപക്ഷ നീക്കം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.